ഹായ്, ജോഷി ചെള്ളിയിൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്ട്രക്ചറൽ ഇൻസ്പെക്ഷൻ നടത്തിയ ഒരു കഥയാണ്. വളരെ ഇഷ്ടത്തോടുകൂടി വളരെ നല്ലൊരു വീട് പണിത് വെച്ചു. ആ കേരളീയ ശൈലിയിൽ ആ വീടിന് വളരെ വലിയ ഒരു ഡിസൈൻ വർക്കുകൾ, അതായത് ഫ്രണ്ടിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് RCC സ്ലാവ് പ്രൊജക്ട് ചെയ്ത് കുറെ കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര വലിയൊരു ഡിസൈൻ വർക്ക് തന്നെ ആ ചെയ്ത് വീടിന് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് കേരളീയ സ്റ്റൈലിൽ മ്യൂറൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കോൺക്രീറ്റ് തന്നെ മുകളിലേക്ക് ഉയർത്തി വെച്ച ആ സൺഷെയ്ഡ് ഡിസൈൻസ് ഒക്കെ വളരെ ഭംഗിയുള്ള ഡിസൈൻസ് ആയിരുന്നു. അപ്പോൾ വീട്ടില് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള മണ്ണാണത്. അതുകൊണ്ട് ഫൗണ്ടേഷൻ ഒക്കെ സ്ട്രോങ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം നല്ല ഇഷ്ടി ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ആ വീട് ഭിത്തികളൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. പണിതതിന് ശേഷം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് വീടിന് നല്ല ഒരു എസ്തറ്റിക്കലായിട്ടുള്ള അപ്പിയറൻസ് കിട്ടാനായിട്ട് കോൺക്രീറ്റിൽ വലിയ കർവേച്ചർ ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു കോർണിസ് ഡിസൈൻസ് ആവശ്യമാണ്. ആഗ്രഹം പോലെ തന്നെ നല്ലൊരു മേസ്തിരി അദ്ദേഹത്തിന് വളരെ വിശ്വസ്തയോടെ ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ആ കോർണിസ് ഡിസൈൻസ് ചെയ്ത് വെച്ചു കൊടുത്തു. പക്ഷേ താമസമായി 1 വർഷം കഴിഞ്ഞപ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ആ സംഭവം ഉണ്ടായി. ക്രാക്കുകൾ. വെറും ക്രാക്കുകളല്ല, കാര്യം നല്ല ഉറപ്പുള്ള മണ്ണിൽ ഒരു ഭൂമിയും താഴാതെ ആ വീടുകൾക്ക് ക്രാക്കുകളുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ആ ഒരു ഓണർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, ഏറ്റവും നല്ല വർക്ക്മാൻഷിപ്പ് ഒക്കെ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെ ക്യൂർ ചെയ്ത്, നനയ്ക്കുക എന്ന് പറയുന്നത് നനയൊക്കെ വ്യക്തമായി കിട്ടിയൊരു വീടാണ്. പ്ലാസ്റ്ററിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല മണ്ണ് വളരെ സീവ് ചെയ്ത് പ്രോപ്പർ വെയിൽ ചെയ്ത വീടാണ്. പക്ഷെ 1 വർഷത്തിനുള്ളിൽ പൊട്ടി. എവിടെയാണ് പൊട്ടിയത്? എവിടെയാണ് വിള്ളലുകൾ വന്നത്? ആ വന്നത് വേറെ എങ്ങുമല്ല, നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ആ പ്രൊജക്ഷൻ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന കോർണിസുകളുടെ അകത്ത് വരുന്ന ലിൻഡിലുകളിലും ബീമുകളിലും ഹൊറിസോണ്ടലായിട്ട് ക്രാക്കുകൾ വീണു. ഇതിന് കാരണം എന്താണെന്നറിയാവോ? നമ്മൾ ഏത് കെട്ടിടം പണിതാലും അത് ആ ഭിത്തിക്ക് ലോഡ് എടുക്കാനായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ലോഡുള്ള കാൻഡിലിവർ ആയിട്ടുള്ള സ്റ്റേഡുകൾ പണിയുകയും അതിലേക്ക് വലിയ വെയിറ്റ് ഉള്ള കോർബൽ ഡിസൈനുകളൊക്കെ കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ റിയാക്ഷൻ വന്നിട്ട് ഈ ലിൻഡലിലും ബീമിലും ഓവറായിട്ട് ഹോഗിങ് ഉണ്ടാവുക ചെയ്തത്. അതോട് വലിയ ക്രാക്കുകൾ ഫോം ചെയ്തു. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആ വെയിറ്റ് കുറയ്ക്കുക മാത്രമേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനിഷ്യൽ ആയിരുന്നെങ്കിൽ കൃത്യമായ ഫ്രെയിം വർക്കുകൾ ഡിസൈൻ ചെയ്ത് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിലൂടെ ആ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന വെയിറ്റുകൾക്ക് താങ്ങാനായിട്ടുള്ള റീഇൻഫോഴ്സ്ഡ് ബീമുകളോ അല്ലെങ്കിൽ സ്ലാബ് ഡിസൈൻസോ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീടുകൾക്ക് പണിയുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഡിസൈൻസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായം കൂടി നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ആവശ്യമാണ്. കാര്യം മേസ്തരി നല്ല ഒരു ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ട് വീട് നിൽക്കണമെന്നില്ല, നല്ല ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ട് വീട് നിൽക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഡിസൈൻ വർക്കുകൾക്കുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ. അതുപോലെ ഞാൻ കണ്ടൊരു വേറൊരു കാര്യം, അകത്ത് നല്ല കർവ്ഡ് ഡിസൈൻ ആർച്ചുകൾ. പണ്ട് കാലത്ത് ആർച്ചുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആർച്ച് ചെയ്തിരിക്കുന്നത്? ഇഷ്ടിക കൊണ്ട് കോർബിൾ ഡിസൈൻ ചെയ്ത് വളരെ സ്ട്രക്ചർ ആയിട്ടാണ് ആർച്ചുകൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് കോൺക്രീറ്റിൽ കർവ് ചെയ്ത് വെച്ച് ആർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഈ വെയിറ്റ് പ്രോപ്പറായിട്ട് ഡിസൈൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ആർച്ചുകൾ വരെ പൊട്ടി. അപ്പം വേറെ ഒരു സെറ്റിൽമെന്റും ഇല്ലാത്ത ഇങ്ങനെയുള്ള ഡിസൈൻ ഫെയിലറുകൾ നമ്മുടെ വീടിനുണ്ടാവാൻ നോക്കേണ്ട അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ ആർക്കിടെക്റ്റിനോ എഞ്ചിനീയറെ കാണുമ്പോൾ എനിക്ക് ഇന്ന ഡിസൈൻ വേണമെന്ന് ആവശ്യപ്പെടുന്നതൊപ്പം തന്നെ അത് സ്റ്റേബിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ആംഗിൾ കൂടി കണ്ടെത്തി ഡിസൈൻ ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടുക. താങ്ക് യു.